നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ ജീവികളാണ് അല്ലെ. ഒറ്റക്ക് അങ്ങനെ ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകും. ഓരോ കാര്യത്തിനോടും നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവും. പിന്നെ കുറെ കഴിയുമ്പോൾ അത് ബന്ധനങ്ങളായിട്ട് മാറും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളോടും ബന്ധപ്പെടേണ്ട ആളാണ്. കാരണം ഭക്ഷണത്തിനോട് ബന്ധം വേണം, വസ്ത്രത്തിനോട് ബന്ധം വേണം, അതുപോലെ തന്നെ ഇണകളോട് ബന്ധം വേണം. അപ്പൊ പിന്നെ കുടുംബജീവിതമാകുമ്പോൾ മക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഈ ബന്ധങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ ബന്ധനങ്ങളായിട്ട് മാറുകയാണ്. ഈ ബന്ധനങ്ങളായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ താളം തെറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിനോടും അമിതമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാകൂല, വിജയിക്കില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. ഒക്കെ ഈ ലോകം അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും മനസ്സിലാക്കാതെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് മനുഷ്യൻ നടക്കുക. എന്നും എല്ലാം ഒരുപോലെ ഉണ്ടാകും. അങ്ങനെ എന്നും എല്ലാം ഒരുപോലെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു ബന്ധനത്തിലാണ്. അത് കടുത്ത ഒരു അടിമത്തത്തിലേക്ക് പോകുമെന്നുള്ളതാ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്നും ഒരുപോലെ ഈ ലോകത്ത് എന്താ ഉള്ളത്? നമ്മുടെ അവസ്ഥ നോക്കേ, അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവസ്ഥ നോക്കേ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മുടെ നാട് എത്രയെത്ര മാറിയിട്ടുണ്ട്. അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് ഈ ലോകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം, ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പ്രതിഭാസത്തിനെ നമ്മൾ അംഗീകരിക്കാതെ പോകുമ്പോൾ നമുക്ക് നിത്യ ദുഃഖത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും, അനിവാര്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ ആ ബന്ധങ്ങളെ മുറിച്ചു മാറ്റേണ്ട സമയത്ത് മുറിച്ചു മാറ്റാൻ നമുക്ക് കഴിയണം. മറക്കേണ്ട സമയത്ത് അതിനെ മറക്കാൻ നമുക്ക് കഴിയണം. അതിനെ ഒഴിവാക്കേണ്ട സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. ഇങ്ങനെ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാൻ കഴിയാതെ വരുമ്പോൾ, മറക്കേണ്ടതിനെ മറക്കാതിരിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ ജീവിതം ആകെ അസ്വസ്ഥമായി കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സമാധാനമില്ലാതെ നമ്മൾ കുറെ ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ പലതും നേടാൻ ശ്രമിച്ചിട്ടോ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പലതിനോടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ബന്ധങ്ങളില്ലാതെ നമുക്ക് പറ്റില്ല. എൻ്റെ അടുത്ത് കുറെ സമ്പത്തുണ്ട്, പക്ഷെ എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ആ രീതിയിൽ ഭക്ഷണം വിൽക്കുന്ന, അതല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ആളുകളോട് ബന്ധങ്ങൾ വേണം. എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ, അങ്ങനെ ചുരുക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ബന്ധങ്ങൾ വേണം. പക്ഷെ അതിനെ ബന്ധനങ്ങളായി ഇങ്ങനെ എന്താ പറയാ, ഇറുക്കി പിടിച്ച് ചുറ്റി വരിഞ്ഞു കിടക്കുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരുന്ന പല കുട്ടികളുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇനി ഇവരൊന്നും ഒരിക്കലും ജീവിതത്തിൽ വേർപിരിയാൻ പോകുന്നില്ല, ഒരിക്കലും വേർപിരിയാൻ പോകുന്നില്ല. വേർപിരിയുന്നതിനെ കുറിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. എത്ര സ്നേഹം ഉണ്ടെങ്കിലും, എത്ര കെയറിങ് ഉണ്ടെങ്കിലും, എത്ര തന്നെ നമ്മളോട് കൂടെ ഒരാള് രാത്രിയും പകലുമായിട്ട് ജീവിക്കുന്നുവെങ്കിലും, ഒരു നിശ്ചിത ടൈം കഴിയുമ്പോൾ ഇതെല്ലാം പറിച്ചു മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ മറക്കേണ്ടതാണ്. ആ മറവിയില്ലാത്ത അല്ലെങ്കിൽ പറിച്ചു മാറ്റാത്ത ഒരു ജീവിതം നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഏതൊരു വസ്തുവിനോട് എത്രത്തോളം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നോ, ആ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നമ്മൾ എടുത്ത എഫേർട്ടിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 20, 100 ഇരട്ടി നമ്മൾ എഫേർട്ട് എടുക്കേണ്ടിയിരിക്കും ആ ബന്ധത്തിനെ ചിലപ്പോൾ മുറിച്ചു മാറ്റാൻ അല്ലെങ്കിൽ മറക്കാൻ. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിനോടും അടുക്കുന്ന സമയത്ത് അതിന് ഏതൊരു അവസ്ഥയിലും നമുക്ക് മറക്കുവാനും അതുപോലെ തന്നെ എടുത്തൊഴിവാക്കുവാനും കഴിയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കഴിയുന്ന രീതിയിലേ നമ്മൾ കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിനെ അങ്ങോട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൈകളെ അങ്ങ് നീട്ടി കൊടുക്കുമ്പോൾ അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് കയ്യിനെങ്കിലും തിരിച്ചു വലിക്കാൻ കഴിയണം. അതല്ല എങ്കിൽ ആ ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ ആ അപകടത്തിലേക്ക് നമ്മളെയും അദ്ദേഹം വലിച്ചിടും. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുക? നമ്മുടെ ജീവിതവും നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ആരെ വളർത്താനാണെങ്കിലും, ആരോട് കൂടെ ജീവിക്കാനാണെങ്കിലും, ആരോട് കൂടെ ആസ്വദിക്കാനാണെങ്കിലും, ഏത് വിഷയത്തിലാവട്ടെ, അത് മനുഷ്യനാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ചില സ്വഭാവങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, എനിത്തിങ് എൽസ്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബന്ധങ്ങൾ നല്ലതാണ്, പക്ഷേ
അവിടെ നമ്മൾ ബന്ധനങ്ങളിലൂടെ പോയിട്ട് നമ്മുടെ സമാധാനം കളഞ്ഞ് മറ്റൊരാൾക്ക് മുന്നിൽ നമ്മുടെ ജീവിതത്തിന് അടിമപ്പെടുത്തുന്നുവെങ്കിൽ, പണയം വെക്കുന്നുവെങ്കിൽ, നാം നേടിയ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നമ്മുടെ എന്തെല്ലാം പോസിറ്റീവായിട്ട് നമുക്കുണ്ടായിരുന്നോ അതെല്ലാം പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. പിന്നീട് ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ജീവിക്കേണ്ടി വരും. പ്രത്യേകിച്ചിട്ട് ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രണയത്തിന്റെ പിറകെ ഓടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാ പറയുവാനുള്ളത്. ലഹരിക്ക് പിറകെ ഓടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാ എനിക്ക് പറയാനുള്ളത്. പണത്തിന് പിറകെ ഓടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാ എനിക്ക് പറയുവാനുള്ളത്. നമുക്കെല്ലാം വേണം ആവശ്യത്തിന്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ പിറകെ ഓടിക്കളിക്കുന്നുവെങ്കിൽ നാം എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും കുറച്ച് ഓടി തളരുന്നു മനസ്സിലാക്കുക. അപ്പൊ ഏത് കാര്യത്തിനും ഒരു മടുപ്പുണ്ടായിരിക്കും. ആ മടുപ്പ് വരുമ്പോ പിന്നെ നമ്മൾ സ്വയം അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അടിവരയിട്ട് പറയുന്നു, ബന്ധങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ ഏത് സമയത്തും അതിനെ ഒഴിവാക്കുവാനും മുറിച്ചു മാറ്റുവാനും മറക്കുവാനും കഴിയണം. ബി പോസിറ്റീവ്. സ്നേഹത്തോടു കൂടി റസാൻ നിസാം.